ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു പെഡസ്റ്റൽ ഫാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പഴയ സ്ക്രാപ്പായിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന AC-യിലും DC-യിലും വർക്ക് ചെയ്യുന്ന രൂപത്തിലാണ് ഈ ഒരു ഫാൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമായിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 9 വോൾട്ടിൻ്റെ 150 മില്ലി ആംപിയറിൻ്റെ ഒരു മിനി മോട്ടർ വേണം. അതുപോലെ ഒരു സീലിംഗ് ഫാനിൻ്റെ കേസ്, പിന്നെ 1.25 ഇഞ്ചിൻ്റെ PVC-യുടെ ഒരു ചെറിയ കഷ്ണം, 3/4 ഇഞ്ചിൻ്റെയും 1.25 ഇഞ്ചിൻ്റെയും ഇരുമ്പിൻ്റെ സ്ക്വയർ ട്യൂബ്, ഒരു സീലിംഗ് ഫാനിൻ്റെ വാൾ ഫാനിൻ്റെ ഒരു ലീഫ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 1.25 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബിന് 3/4 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബ് കയറാൻ പാകത്തിന് ഒരു ഹോള് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഈ 3/4 ഇഞ്ചിനെ അവിടെ ടൈറ്റായി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് 1.25 ഇഞ്ചിലും 3/4 ഇഞ്ചിലും ഓരോ ഹോളുകൾ ഇട്ട് കൊടുക്കാനുണ്ട്. അതിനുശേഷം ഈ 3/4 ഇഞ്ചിൻ്റെ മേലെയായിട്ട് നമ്മൾ മിനി മോട്ടോർ വെച്ച് അതിൻ്റെ അളവിൽ ഈ സ്ക്വയർ ട്യൂബിനെ കട്ട് ചെയ്തെടുക്കണം. മിനി മോട്ടോറിനെ 1.25 ഇഞ്ച് PVC-യിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം ഈ 1.25 ഇഞ്ച് PVC ആണ് നമ്മൾ ഈ സ്ക്വയർ ട്യൂബിലായിട്ട് ഉറപ്പിക്കുന്നതിന്. അതിന് വേണ്ടിയിട്ട് മിനി മോട്ടോറിൻ്റെ അളവിലെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഫാന് മുകളിലേക്കും താഴേക്കും ചെരിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോൾട്ടിനെ നമ്മൾ ടൈറ്റാക്കാനും ലൂസ് ചെയ്യേണ്ട കണ്ടീഷനിൽ വെച്ച് നമ്മൾ അതിൻ്റെ ആ ബോൾട്ടിൻ്റെ നെറ്റിനെ ഈ പൈപ്പിലായിട്ട് വെൽഡ് ചെയ്ത് ഉറപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഈ 1.25 ഇഞ്ച് ട്യൂബിലായിട്ട് നമുക്കൊരു സ്വിച്ച് കണക്ട് ചെയ്യാം, സ്വിച്ച് ഫിറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ഹോള് കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ബാറ്ററി ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോക്സ് നമുക്ക് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ PVC പൈപ്പിനെ നീർത്തി അതൊരു ബോക്സ് രൂപത്തിലായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതൊരു ബോക്സ് രൂപത്തിലാക്കിയെടുത്തതിന് ശേഷം നമുക്ക് സൂപ്പറുകൾ വെച്ചിട്ട് ഈ എൻഡ് വരുന്ന ഭാഗം നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ അടിയിലായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ കൂടി ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ബോക്സിനെ 1.25 ഇഞ്ച് സ്ക്വയർ ട്യൂബിലായിട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് 2 ഹോളുകൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഹോളിലൂടെ നമ്മൾ സ്ക്രൂ വെച്ചിട്ടാണ് ഇതിൽ ഉറപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ വയറിങ് ചെയ്യാം. അതായത് മിനി മോട്ടോറിൽ നിന്നും 2 വയറുകൾ എടുക്കണം. അതിൽ ഒരു വയറിൽ സ്വിച്ച് കണക്ട് ചെയ്യാം, മറ്റ് സ്വിച്ചിൽ നിന്നും വരുന്ന ഒരു വയറും മോട്ടോറിൽ നിന്നും വരുന്ന ഒരു വയറും തമ്മിൽ നമ്മൾ ബാറ്ററിയിലേക്കും കണക്ട് ചെയ്യാം.
ബാറ്ററിയിൽ നിന്ന് തന്നെ മറ്റ് 2 വയറുകൾ എടുത്തിട്ട് ചാർജർ കണക്ട് ചെയ്യാനുള്ളൊരു ഭാഗവും ഇതിൽ ഉണ്ടാക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലൊരു ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ ഫാനിൻ്റെ സീലിംഗ് ഫാനിൻ്റെ ഒരു മോഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ഈ സ്ക്വയർ ട്യൂബിനെ വെച്ച് വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. പെയിൻറ്റിംഗ് എല്ലാം ഉണങ്ങിയതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഒരു ചാർജർ കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടർ കൂടി വെച്ചതിന് ശേഷം നമുക്ക് ബാറ്ററി അവിടെ ഉറപ്പിച്ച് അതിനൊരു ആ ഒരു ഭാഗം ഒന്ന് മൂടി വെക്കാനുള്ള ഒരു PVC-യുടെ പൈപ്പിൻ്റെ കഷ്ണം കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അടച്ചു വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത ശനിയാഴ്ച. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.